ദൂരെ ദൂരെ ആ ദേശത്ത് പകയുടെയും ശത്രുതയുടെയും ഇടയിൽ ആർക്കും തകർക്കാനാവാത്തൊരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. നിനക്ക് വേണ്ടി വേട്ടമൃഗമാകാം, വേട്ടക്കാരനുമാകാം. നിനക്ക് വേണ്ടി മാത്രം നീ എപ്പോ വിളിച്ചാലും ഞാനിവിടെ എത്തിയിരിക്കും. എനിക്ക് ഉயிருള്ളപ്പോൾ തന്നെ എന്റെ മകൻ വരദരാജ മണ്ണാറെ ദൊറയായി കാണണമെന്നാണ് എന്റെ ആഗ്രഹം. രാജമണ്ണാർ തിരിച്ചു വരുമ്പോ വരതയില്ലെങ്കിൽ നിബന്ധന പ്രകാരം 9 ദിവസങ്ങൾക്ക് ശേഷം സീസ്ഫയർ പിൻവലിക്കണമോ തുടരണമോ എന്ന തീർപ്പിനായി കോട്ടകടയിൽ വോട്ടിംഗ് നടത്തുന്നതായിരിക്കും. വോട്ടിംഗ് ആരംഭിക്കുന്നത് വരെ ആരും അടങ്ങിയിരുന്നു. ദൊറകൾ മുതൽ കാപ്പരികൾ വരെ ഓരോരുത്തരും ഏറ്റവും നിർദാക്ഷിണ്യവും ശക്തവുമായ സൈന്യം വിന്യസിക്കാൻ മത്സരിച്ചു തുടങ്ങി. ഞങ്ങൾ ഒരു ആർമിയെ സംഘടിപ്പിക്കാൻ യാത്ര തുടങ്ങി. എത്ര പേരുണ്ട് സാർ? ഒരാൾ, ദേവ. ഖാൻ സാറിൽ കാൽക്കുലേറ്റർ വെച്ചുള്ള കണക്കുകൂട്ടലുകൾ വിലപ്പോവില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു കണക്കുകൂട്ടലിലും പെടാത്ത ഒരുത്തനെയും കൊണ്ടുവന്നത്. കുട്ടിക്കാലത്ത് ഞാൻ അവനെ വിളിച്ചിരുന്ന പേരെന്താണെന്ന് ചോദിച്ചില്ലേ? സലാർ. ഖാൻ സാറിന്റെ സലാർ, വരദരാജ മണ്ണാറിന്റെ സലാർ, സലാർ ദേവര